ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. ഗാർലിക് ചിക്കനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഗാർലിക് ചിക്കൻ കഴിക്കാൻ ഇനി റെസ്റ്റോറൻറ്റിലൊന്നും പോവേണ്ട, നല്ല ടേസ്റ്റിയായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കാം. വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, സോയാ സോസ് എന്നിവ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ചിക്കൻ ചെറിയ പീസായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായി കഴുകി വെള്ളം വാർന്നതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ആദ്യത്തെ മാഗ്നേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ നിറയെ മൈദപ്പൊടിയും ഒരു വലിയ സ്പൂൺ നിറയെ കോൺഫ്ലവറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇത് നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിന് കുറച്ച് എണ്ണ വേണം. ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്രിസ്പി അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ക്രിസ്പി ആക്കണ്ട, ജസ്റ്റ് സോഫ്റ്റ് ആയാൽ മതി. ഡീപ് ഫ്രൈ ചെയ്യണ്ട, ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ചിക്കൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായിട്ട് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് ഭാഗം നല്ല വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്രേവി തയ്യാറാക്കണം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ചെടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരുപാട് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞതും പച്ചമുളകും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. പച്ചമുളക് അതുപോലെ തന്നെ ഇടണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ചൈനീസ് ഡിഷുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും ചേർക്കുന്നത് സോസുകളാണ്. അത് കൂടി പോകാതെ നോക്കണം. ഉപ്പ് കൂടി ചേർത്ത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കിട്ടാനാണ്. ഇനി നന്നായി തിളക്കണം. കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ കലക്കി വയ്ക്കാനുണ്ട്. അതിന് വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തത് മാറ്റി വെക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കുറച്ച് സോസും ചേർത്ത് ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ടൊമാറ്റോ സോസ് കൂടി പോകരുത്. മുന്നിട്ട് നിൽക്കേണ്ടത് സോയാ സോസാണ്. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് പാകമാക്കുക. ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര കൂടി ചേർക്കണം. അപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്.